Dear students, welcome. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും പഠിക്കേണ്ട ഒരു കോമൺ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനും ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനും ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഒക്ടൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു: ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് അവൈലബിൾ ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ് ഓഫ് ദ നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ ടു ഒക്ടൽ, ഡിവൈഡ് ഇറ്റ് ബൈ 8. നമ്മൾ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണ്, ഒക്ടലിന്റെ 8 ആണ്, ഡെസിമലിന്റെ 10 ആണ്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 16 ആണ്. അങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡേഴ്സിനെ റെക്കോർഡ് ചെയ്ത് റിമൈൻഡേഴ്സ് എഴുതിയാണ് നമ്മൾ ആ ഉത്തരത്തിലോട്ട് എത്തുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 100 ടു ദ ബേസ് 10 ടു ഒക്ടൽ. 100നെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 144 ടു ദ ബേസ് 8 എന്ന ഉത്തരം കിട്ടും. ആദ്യം 100നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 ഉത്തരം കിട്ടുന്നു, റിമൈൻഡർ 4 കിട്ടുന്നു. വീണ്ടും 12നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 4 കിട്ടുന്നു, കിട്ടുന്ന ഉത്തരം 1 ആണ്. അങ്ങനെ ആ കിട്ടുന്ന ഉത്തരം 8ൽ താഴെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഡിവിഷൻ പോസിബിൾ അല്ല. ആ നമ്പർ കൂടി എഴുതി നമ്മുടെ ഉത്തരത്തിലോട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 144 ടു ദ ബേസ് 8 എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയും ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നു. ഇവിടെ ആദ്യം 100നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യും, കിട്ടുന്ന ഉത്തരം 12 ആണ്, ശിഷ്ടം 4 കിട്ടുന്നു. 12നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു, കിട്ടുന്ന ഉത്തരം 1 ആണ്, ശിഷ്ടം 4 കിട്ടുന്നു. അങ്ങനെ നമ്മൾ 144 ടു ദ ബേസ് 8 എന്ന ഉത്തരം എഴുതുന്നു. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 65 ടു ദ ബേസ് 10 ടു ഒക്ടൽ. നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. To convert a decimal number to octal, divide the number by 8. എന്തുകൊണ്ട് 8 വെച്ച് ഡിവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു ഒക്ടൽ നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെ കിട്ടേണ്ട ഉത്തരത്തിന്റെ ബേസ് വായിച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് നമുക്ക് ഓർത്തു വെക്കാനുള്ള എളുപ്പമാർഗം. ഇപ്പൊ ഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒക്ടലിന്റെ ബേസ് ആയ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ 65നെ ആദ്യം 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് റിമൈൻഡർ 1ഉം ഉത്തരം 8 എന്നും കിട്ടുന്നു. 8നെ വീണ്ടും 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുന്നു, റിമൈൻഡർ 0 കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ഉത്തരം 101 ടു ദ ബേസ് 8 എന്ന് എഴുതുന്നു. ആ ഉത്തരത്തിന്റെ ബേസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കിട്ടേണ്ട ഉത്തരം എന്ന് പറഞ്ഞ ഒക്ടലാണ്, അതുകൊണ്ടാണ് ടു ദ ബേസ് 8 എന്ന് എഴുതുന്നത്. അതിനെ നമ്മൾ ടു ദ ബേസ് 8 എന്ന് വായിക്കുന്നു. ഈ രണ്ടാമത്തെ എക്സാം നമുക്ക് നോക്കാം. കൺവേർട്ട് 200 ടു ദ ബേസ് 10 ടു ഒക്ടൽ. കാരണം നമ്മുടെ ഉത്തരം 310 ലഭിക്കുന്നു. എങ്ങനെ 310 ലഭിച്ചാൽ, ആദ്യം 200നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 25 കിട്ടുന്നു, റിമൈൻഡർ 0 കിട്ടുന്നു. വീണ്ടും 25നെ ഡിവൈഡ് ചെയ്യുന്നു, 25നെ 8 വെച്ച് ഡിവൈഡ് നമുക്ക് ഉത്തരം 3 കിട്ടുന്നു, റിമൈൻഡർ 1 കിട്ടുന്നു. അങ്ങനെ 310 ടു ദ ബേസ് 8 എന്ന നമുക്ക് ഉത്തരം ലഭിക്കുന്നു. അവിടെ റിമൈൻഡേഴ്സ് ആണ് നമ്മൾ സൈഡിലോട്ട് എഴുതുന്നത്. 25നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 തവണ 25നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നു, റിമൈൻഡർ 1 കിട്ടുന്നു. 3 എന്ന് പറഞ്ഞാൽ 8ൽ താഴെയുള്ള നമ്പറാണ്. 8ൽ താഴെയുള്ള നമ്പർ ആണെങ്കിൽ ആ നമ്പർ കൂടി നമ്മൾ എഴുതി ആ റിമൈൻഡേഴ്സിന്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നു. ആഡ് ചെയ്തല്ല, മറിച്ച് എഴുതിയാണ് പോകുന്നത്. ഇനി നമുക്ക് ഡെസിമലിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാം. ഹെക്സാഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെ ഡെസിമലിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹെക്സാഡെസിമലിന്റെ ബേസ് ആയ 16 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഹെക്സാഡെസിമൽ നമ്പറിന്റെ പ്രത്യേകം നമുക്കറിയാം 0 മുതൽ 15 വരെയുള്ള
ഡിജിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. എ എന്ന് പറയുന്നത് 10, ബി എന്ന് പറയുന്നത് 11, അങ്ങനെ എഫ് എന്ന് പറയുന്നത് 15 എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹെക്സാഡെസിമലിന്റെ ബേസ് ആയ 16 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ടു കൺവേർട്ട് എ ഡെസിമൽ നമ്പർ ടു ഹെക്സാഡെസിമൽ, ഡിവൈഡ് ദ നമ്പർ ബൈ 16. 16 വെച്ച് ഡിവൈഡ് ചെയ്തു, കിട്ടുന്ന റിമൈൻഡേഴ്സ് റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലോട്ട് മാറ്റുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 155ന്റെ ഹെക്സാഡെസിമൽ ഇക്വലന്റ് എഴുതാനാണ് ഇവിടെ ചോദ്യം. ഫൈൻഡ് ഹെക്സാഡെസിമൽ ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 155. ആദ്യം 155 16 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 9 തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. റിമൈൻഡർ 11 കിട്ടുന്നു. വീണ്ടും നമുക്ക് ഓർക്കേണ്ട കാര്യം 11 എന്ന് പറയുന്നത് ബി ആണ്. അങ്ങനെ 911 എന്ന് എഴുതാൻ കഴിയുന്നില്ല, 9B എന്ന് എഴുതുന്നു. നേരത്തെ പറഞ്ഞു 16 താഴെ ഒരു നമ്പറാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വീണ്ടും 9നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ 9B ടു ദ ബേസ് 16 എന്നാണ് ഉത്തരം എഴുതുന്നത്. പല ആൾക്കാരും 9 11 ടു ദ ബേസ് 16 എന്ന് എഴുതും. എന്നാൽ 11 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ ഇല്ല. 11 പകരം നമ്മൾ ബി എന്ന് എഴുതുന്നു. കാരണം നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 9B ടു ദ ബേസ് 16 ആണ്. So to convert a decimal number to hexadecimal, divide the number by 16. നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നേരത്തെ ഒക്ടലിലായിരിക്കുമ്പോൾ 8 വെച്ചാണ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡെസിമൽ നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8 വെച്ചും, ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 16 വെച്ചും, ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 വെച്ചും ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഒരു പൊതുവായ ഒരു മെത്തേഡ്. ഇന്നിപ്പോ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ഹെക്സാഡെസിമൽ ഇക്വലന്റ് ഓഫ് 380 ടു ദ ബേസ് 10 എന്ന് ഓർക്കുക. നമുക്ക് ഉത്തരം 17C എന്ന് കിട്ടുന്നു. സി എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെ നമ്മൾ ഇന്ന് 2 മെത്തേഡുകൾ പഠിച്ചു. ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. വളരെ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഡിവിഷൻ മെത്തേഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.